നിങ്ങളുടെ കടയിൽ കച്ചവടം ഉണ്ടാവുന്നതിന് വേണ്ടിയല്ല, നിങ്ങളെ കാണുന്നതാണ് വേണ്ടിയാണ്. വല്ലാത്ത സുഗന്ധമാണ്, വല്ലാത്ത സുഗന്ധമാണ്, വല്ലാത്ത ചുറുചുറുക്കാണ്. നിങ്ങളുടെ ആ മുഖം കാണുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നടക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ രാജ്ഞി എങ്ങനെ വികാര സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ആ സമയത്ത് ആ രാജ്ഞി പറഞ്ഞത്, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് നൽകാം, പക്ഷേ കുറഞ്ഞ സമയമെങ്കിലും എന്നോട് കൂടെ നിങ്ങൾ കിടപ്പറ പങ്കിടണം. ഈ വാക്ക് കേൾക്കേണ്ട താമസം വല്ലാത്ത ദേശത്തോടുകൂടെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ അതിന് മുതിരുകയില്ല. കാരണം എന്താണെന്ന് അറിയുമോ? എന്റെ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഞാൻ. മുഴുവൻ സമയവും അല്ലാഹ് എന്നുള്ള സ്വരത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഈ സമയത്ത് എന്നോടെങ്ങാനും നിങ്ങൾ ഹറാമിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാൽ അതിലേക്ക് ഒരിക്കലും ഞാൻ വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഇറങ്ങി ഓടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാറാവുകാരെല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് വല്ലാതെ ആക്രമിക്കുകയാണ്. അവിടുന്നും ഇവിടുന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും അടിയോട് അടി, അങ്ങനെ അടി കിട്ടുന്നു. വേദന സഹിക്കവയ്യാതെ അല്ലാഹുവേ, നിന്റെ ഹറാമിൽ നിന്ന് പിൻവലിയുമ്പോൾ പടച്ചറച്ചേ, നിന്റെ ഹറാമിൽ നിന്ന് പിൻവലിയുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത്. അല്ലാഹുവേ, എന്നെ കാക്കണം റബ്ബേ എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സ്വരത്താലങ്ങ് നിൽക്കുകയാ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഈ രാജ്ഞിയോട് പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലും എന്നെ ഹറാമിലേക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും വീണ്ടും കുതിരയോടുകയാ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാറാവുകാരെല്ലാവരും കൂട്ടിപ്പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ മനുഷ്യനെ അങ്ങുമിങ്ങുമായി കൊണ്ട് മുഴുവനായി കൊണ്ട് അടിയടിക്കുകയാ. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ വീണ്ടും കുതിരയോടാൻ ശ്രമിക്കുന്നു. ഈ സമയം ആ ചെറുപ്പക്കാരൻ ധരിച്ചിരുന്ന കുപ്പായം കീറിക്കളഞ്ഞു. അങ്ങനെ തന്റെ മാറിടം മറക്കാറൊന്നുമില്ല, തന്റെ മാറിടം കാണിച്ചുകൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുമ്പോ ആ രാത്രി വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങളുടെ ശരീരം അതിന്റെ അടുത്തേക്ക് കിടക്കുമ്പോ വല്ലാത്ത സുഖമാ, ഞാൻ ആ ശരീരത്തിലേക്കൊന്ന് വന്നാലോ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് അങ്ങനെ അടുക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പഠിച്ചറച്ചേ എന്നെ കാക്കണം റബ്ബേ, ഹറാമിയത്തിലേക്ക് ഞാനില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഈ അങ്ങനെ പൊട്ടിക്കരയുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. ഈ സമയത്ത് വല്ലാത്ത ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഈ കൊട്ടാരത്തിൽ നിന്ന് ഓടിയിറങ്ങുമ്പോ അവിടെ ഉണ്ടായിരുന്ന പാറാവുകാരെല്ലാവരും പിടിച്ചിട്ട് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഒരു കാര്യം പറയുന്നു. പൊന്നിലും പൊന്നാരമായി അതിലങ്ങി തിളങ്ങും പരിമളം വീശുന്ന സുഗന്ധമായി കരഞ്ഞിടും എല്ലാവരും പിടിച്ചു വെച്ചുകൊണ്ട് പറയുകയാണ്, രാജ്ഞിക്ക് വഴങ്ങാതെ ഒരിക്കലും ഈ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇത് പറയുന്ന സമയം ഈ മനുഷ്യനെ വല്ലാതെ പൊട്ടിക്കരയുന്നു. ഈ ചെറുപ്പക്കാരന്റെ തേങ്ങലുകൾ കണ്ടിട്ട് യാതൊരു മനമാറ്റമില്ലാതെ എല്ലാവരും കൂടിയിട്ട് ഈ ചെറുപ്പക്കാരനെ വീണ്ടും ഒരുപാട് ശിക്ഷിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും തന്നെ ആ രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ ചെറുപ്പക്കാരൻ കാണിച്ചത് വല്ലാത്ത അത്ഭുതമാണ്, അചഞ്ചലമായ വിശ്വാസം, വല്ലാത്ത വിശ്വാസം, ഉള്ളിലുള്ള അല്ലാഹുവിനോടുള്ള വിശ്വാസം, ഈമാനുള്ള ആ വിശ്വാസം
ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല 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 എന്ന് നിങ്ങൾ വഹിച്ചു കളഞ്ഞാലും ശരി, ഒരിക്കലും ഞാൻ ഹറാമിയത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാറാവുകാർ വീണ്ടും ആ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഊരിപ്പിടിച്ച വാദമായി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി എങ്ങാനും നിങ്ങള് രാജ്ഞിക്ക് വേണ്ടി മടങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ തലഞ്ഞാടി വെട്ടുമെന്ന് പറഞ്ഞിട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയാ. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു, ഒരുപാട് ശിക്ഷിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ, ഈ യുവാവായ ഈ ചെറുപ്പക്കാരൻ, എനിക്ക് പോകണം, എനിക്ക് പോകണം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ഓടിയപ്പോ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഇല്ല ഒരിക്കലും തന്നെ പോവാൻ കഴിയില്ല, ഒരിക്കലും പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 3 ദിവസം അവിടെ നിർത്തി. 3 ദിവസം അവിടെ നിർത്തി. ഈ സംഭവം നടക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ പവിത്രമായ ദിനത്തിലാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കാതിരിക്കുമ്പോഴും വിശ്വാസത്തിന്റെ കാഠിന്യം കൊണ്ട് ആ മനുഷ്യൻ നോമ്പനുഷ്ഠിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അവരോട് പറയും, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിന്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കും. അങ്ങനെ നോമ്പ് തുറക്കും. അടുത്ത ദിവസം വീണ്ടും നോമ്പ് നോക്കുന്നത്, ഒരു തുള്ളി വെള്ളം കുടിക്കും. വല്ലാത്ത ക്ഷീണം, വല്ലാത്ത വിശപ്പ്. അല്ലാഹുവേ, ആരാണ് എനിക്ക് ഭക്ഷണം തരും, ആരാണ് എനിക്ക് വെള്ളം തരും? ആരും കൊടുക്കാനില്ല, ആരും കൊടുക്കാനില്ല. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഒരു തുള്ളി വെള്ളമില്ലാതെ നടക്കുമ്പോഴും അവരോട് കളവ് പറഞ്ഞിട്ട് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിന്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്നും കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ചെറുപ്പക്കാരൻ നോമ്പ് 3 ദിവസം അനുഷ്ഠിച്ചത് ഒരു തുള്ളി വെള്ളം കൊണ്ടാണ്. നമ്മുടെ അവസ്ഥ എന്താ? നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒരുക്കുന്നത് ഭക്ഷണത്തിന്റെ കൂമ്പാരങ്ങളാണ്. എന്നിട്ട് അതെല്ലാം ബാക്കിയാക്കിയിട്ട് പുറത്തേക്ക് ഒഴുക്കുന്ന അവസ്ഥ. അല്ലാഹു നമ്മെ കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഈ ചെറുപ്പക്കാരൻ ഒരു തുള്ളി വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ വീടുകളിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വരുമ്പോ നമ്മുടെ വീടുകളിലുള്ള ടേബിളുകളിൽ മുഴുവൻ ആഹാര പദാർത്ഥങ്ങളാണ്. 5:30 സമയമാകുമ്പോഴേക്ക് വീട്ടിനുള്ളിലുള്ള ഡൈനിങ് ഹാളിലെ ടേബിളിൽ ഫ്രൂട്ട്സുകൾ നിറയും. ആപ്പിളും മുന്തിരി, ഒരുപാട് വിഭവങ്ങൾ, ഇതെല്ലാം ഒരുക്കിയിട്ട് വ്യത്യസ്ത ഇനം ജ്യൂസുകൾ, ഒരുപാട് വെള്ളങ്ങൾ, പല ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഒരുക്കിയിട്ട് നമ്മളെങ്ങനെ കാത്തിരിക്കും. ഭക്ഷണത്തിന് മുമ്പിൽ 5:30 മുതൽ ബാങ്ക് കൊടുക്കുന്നത് വരെ കൊടുക്കും. മുക്രി മൈക്കിന് മുട്ടുന്നത് വരെ നമ്മൾ അവിടെ നിൽക്കും. നമ്മളങ്ങനെ കാതോർത്തുകൊണ്ട് നിൽക്കും. എന്തിന്? പള്ളിയിലുള്ള ഉസ്താദ് മൈക്കിന് മുട്ടാൻ അങ്ങനെ കാത്തു നിൽക്കുമ്പോ ഒരു 5:45 സമയമാകുമ്പോ അറിയാതെ എങ്ങാനും പള്ളിയിലുള്ള ഉസ്താദ് മൈക്കിന്റെ കംപ്ലൈന്റ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അറിയാതെ സ്വിച്ച് ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ആ സമയം നമ്മൾ ചെയ്യുന്നത് എന്താ? നമുക്ക് ക്ഷമയില്ലാതെ റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ. റെയിൽവേ ഗേറ്റ് തുറന്നാൽ അങ്ങനെ ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും, ഓട്ടോറിക്ഷയും പോവും, ബൈക്കും പോവും, സൈക്കിളും പോവും, എല്ലാം പോവും. എന്നമായ
ഈ മൈക്കിനങ്ങ് മുട്ടലോട് കൂടി ആപ്പിളും പോവും, മുന്തിരിയും പോവും, ജ്യൂസും പോവും, എല്ലാം കൊണ്ടും ഉള്ളിക്കങ്ങനെ കിടന്നു. എന്നിട്ട് പള്ളിയിൽ പോകാൻ കഴിയോ? പള്ളിയിൽ പോകുന്നത് അല്ല ആംബുലൻസ് വരുന്ന പോലെ നേരെ പള്ളിയിൽ പോയിട്ട് ഒതുവെടുത്ത് അകത്തേക്ക് കയറിയിട്ട് 1ാമത്തെ സ്വഫിലെത്തുമ്പോഴേക്ക് ഇവന്റെ പള്ള നിമ്പറയുടെ അവിടെ ചാടിയിട്ട് എന്നിട്ട് തക്ബീർ കിട്ടുമ്പോ അല്ലാഹു അക്ബർ. പല പെണ്ണുങ്ങളെയും പിടിച്ചു കൂട്ടുന്നവരെയാണ്. ഇങ്ങനെ അങ്ങോട്ട് കിട്ടുമ്പോ അല്ലാഹു അക്ബർ. എന്നിട്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, സുജൂദിൽ പോകാനും വയ്യ. എന്നിട്ട് സുജൂദിലേക്ക് അങ്ങനെ പോകുമ്പോ ഇവിടെ വേദന, കരണ്ടൊന്ന് പോയി കിട്ടിയെങ്കിൽ ഇവിടെ തന്നെ കുത്തിറക്കുകയും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് അങ്ങനെ സുജൂദിലേക്ക് പോയി. സുജൂദിൽ നിൽക്കുമ്പോ സുജൂദിൽ അങ്ങനെ കിടന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവസാനമായിട്ട് തിന്നിട്ടുള്ള ആ ഉറുമാമ്പയത്തിന്റെ മണികളെല്ലാം കൂടെ റിട്ടേൺ അടിക്കും പുറത്തേക്ക്. ആ സമയം മതിരിയും ഇളതെല്ലാം കൂടെ പുറത്ത് ചാടിയാ 150 രൂപ ഇത് വിടാൻ പാടില്ല. അവിടുന്ന് വീണ്ടും ഉള്ളിക്കന്നെ അകത്തേക്ക് അങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് മാത്രമാണ് ഈ ചെറുപ്പക്കാരൻ, കസ്തൂരിയുടെ സുഗന്ധമുള്ള ഈ ചെറുപ്പക്കാരൻ നോമ്പ് നോക്കുന്നതും നോമ്പ് തുറക്കുന്നതും. അങ്ങനെ